ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇവരെ ഹാജരാക്കുമെന്നും അറിയുന്നു. മനീഷ് മഹിവാൽ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഈഞ്ചക്കലിൽ നിന്ന് അവരെ കൊല്ലത്തേക്ക് കൊണ്ടുപോകും എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതെ SKN, ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഒന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി, ഒപ്പം തന്നെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ ഇവിടെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് ഇവരുടെ രണ്ടുപേരുടെയും അറസ്റ്റ് 2 കേസിലും, സ്വർണ്ണപ്പാളി കേസിലും ഒപ്പം തന്നെ കട്ടിളപ്പാളി കേസിലും 2 കേസിലും ഈ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. എത്രാമത്തെ പ്രതികളാണെന്നുള്ള കാര്യം വിവരം പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാത്രിയിൽ തന്നെ ഇവരെ ഇവിടെ നിന്നും ഇറക്കി മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കും. ഇതിൽ അഴിമതി നിരോധന നിയമം കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് പിന്നീട് പത്തനംതിട്ടയിൽ നിന്ന് ഈ കേസ് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ള 10 വരെയുള്ള ഒരു പ്രതികൾക്കും ജാമ്യം അനുവദിച്ചിട്ടില്ല. സ്വാഭാവികമായി തന്നെ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിക്കുന്ന ഈ പ്രതികൾക്ക് ഇനി ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ SIT ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ വെളുപ്പിനെ തന്നെ തിരികെ ഈഞ്ചക്കലിലെ ഓഫീസിലേക്ക് ഇവരെ കൊണ്ടുവരും. നിലവിൽ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു അടക്കമുള്ളവർ നിലവിൽ SITയുടെ കസ്റ്റഡിയിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുമായി ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുണ്ടാകും. ഈ കേസിൽ ആദ്യം മുതലേ പരിചിതമായ പേരുകളാണ് ഈ പങ്കജ് ഭണ്ഡാരി അല്ലെങ്കിൽ ഗോവർദ്ധൻ തുടങ്ങിയ പേരുകൾ. പക്ഷേ ആദ്യഘട്ടത്തിൽ SIT ഇവരുടെ അറസ്റ്റിലേക്ക് അടക്കം കടക്കാതിരുന്നത് ഇവർക്കെതിരായ തെളിവുകൾ ലഭ്യമായിട്ടില്ലായിരുന്നു. ഗോവർദ്ധന്റെ ഫ്ളാറ്റിൽ നിന്നും SIT കണ്ടെത്തിയിരുന്നു 800 ഗ്രാം സ്വർണ്ണമാണ് കണ്ടെത്തിയത്. ആ 800 ഗ്രാം സ്വർണം ശബരിമലയിലേത് തന്നെ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ സാമ്പിൾ എന്ന രീതിയിൽ സന്നിധാനത്ത് നിന്നും സ്വർണം ശേഖരിച്ചിരുന്നു. അങ്ങനെ ഇത് തമ്മിൽ താരതമ്യം ചെയ്തുള്ള പരിശോധനയിലാണ് പങ്കജ് ഭണ്ഡാരി സിഇഒ, അതായത് സ്മാർട്ട് ക്രിയേഷനിലെ സിഇഒ നൽകിയ സ്വർണം ശബരിമലയിലാണെന്ന് കണ്ടെത്തിയതും ഇപ്പോൾ ഇവരുടെ അറസ്റ്റിലേക്ക് അടക്കം കടന്നതും. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.